അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ സദാ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഓരോ നിമിഷവും നമ്മൾ അള്ളാഹുവിനോട് കടപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ടിയിരിക്കുന്നു, അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അള്ളാഹുവിനെ ഓർക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിനെ നാം ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ സ്മരിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ അത്രമാത്രം കൂടുതലാണ്, എത്രയോ കൂടുതലാണ്. ആ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് നന്ദിയുള്ള അടിമയായി തീരുക എന്നുള്ളതാണ് നമ്മുടെ പ്രഥമമായ ഉത്തരവാദിത്വം, നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിലകൊള്ളുന്ന മാസം കുറച്ച് ദിവസങ്ങളായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു മാസമാണ്. എങ്ങനെ പ്രവാചകനെ സ്നേഹിക്കണമെന്ന് പലരാലും ചർച്ച ചെയ്യപ്പെട്ട ഒരു മാസം. പല രീതിയിൽ ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ചിലർ താൽക്കാലികമായ സ്നേഹം ഒരിടത്ത് നടക്കുന്നുണ്ട്. താൽക്കാലികമായ സ്നേഹം എത്രത്തോളം എന്നാൽ, ഒരു വ്യക്തി നിസ്കരിച്ചിട്ടില്ലെങ്കിലും നോമ്പ് നോറ്റിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ആ ഒരു ദിവസം, പ്രവാചകർ ജനിച്ച ഒരു മാസം അല്ലെങ്കിൽ ഒരു ദിവസം, അതിലൊന്ന് ആക്റ്റീവായാൽ, ആ പ്രവാചക നബിദിന ആഘോഷങ്ങളിൽ പങ്കാളിയായാൽ മതി ഒരാളുടെ ജീവിതം വിജയിക്കാൻ എന്ന് വരെ പറയുന്ന പണ്ഡിതന്മാർ നമുക്കിടയിൽ ഉയർന്നു വരുന്നതായ ഒരു പ്രത്യേക കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റൊരിടത്ത് നബി സ്നേഹം ബിസിനസ്സാക്കിയ ചില ആളുകൾ, അഥവാ അടുത്തിടെ നമ്മൾ കേൾക്കാനിടയായി റസൂലിൻ്റെ മുടി കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന് കേരളത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി 1/2 സെൻറ്റിമീറ്റർ വളർന്നു എന്ന് പറഞ്ഞ് അതിനെ ബിസിനസ്സാക്കാൻ നോക്കുന്നതായ മറ്റൊരു വിഭാഗം ആളുകൾ. അങ്ങനെയും നമുക്കിടയിൽ നബി സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, പറയുന്ന ആളുകളുണ്ട്. ഇവിടെയാണ് അത്തരത്തിലുള്ള നബി സ്നേഹം എന്തെന്ന് വ്യക്തമാക്കുന്ന ഒരു ചോദ്യം സലഫി പണ്ഡിതന്മാരോട്, അതല്ലെങ്കിൽ ഇസ്ലാമിലെ പല കാര്യങ്ങളെക്കുറിച്ചും പറയുന്നതായ, ഫത്വകൾ നൽകുന്നതായ സലഫി പണ്ഡിത സഭയോട് ചോദിക്കപ്പെടുകയുണ്ടായി. കേരളത്തിലെ ഒരു വ്യക്തിത്വം, അദ്ദേഹം ഒരു മുടി കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ ഒരു പള്ളി ഉണ്ടാക്കുന്ന രീതിയുണ്ട്. അതേക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് നൽകിയ മറുപടി നമുക്ക് കാണാവുന്നതാണ്. അന്ന ഇദ്ദിആ ഹാദർ റജുൽ അന്ന ലദൈഹി ശഅറത്തും മിൻ ശഅരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദിആഉൻ ഖായിമുൻ അലാ ഗൈരി ബുർഹാൻ. ഇങ്ങനെ ഒരു മുടി ഒരാൾക്ക് ലഭിച്ചു, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇവരുടെ മുടിയാണ് എന്നുള്ള പേരിൽ അങ്ങനെ ഒരു വാദഗതി ഉന്നയിച്ചുകൊണ്ട് ഒരാൾ നടത്തുന്നതായ വാദഗതി, അത് തെളിവില്ലാത്ത വാദഗതിയാണ്. അത് വെറും വാദത്തിന് വേണ്ടി മാത്രം ആളുകൾക്കിടയിൽ പറയുന്നതായ ഒന്നാണ്. അതുകൊണ്ട് അത് സത്യമാക്കേണ്ടതില്ല. എന്തിന് ഈ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർ പോലും അടുത്തിടെ പറഞ്ഞതായൊരു കാര്യം, 94 വയസ്സായിട്ടും ഇങ്ങനെ ഒരു ബിസിനസ് നിർത്താനായിട്ടില്ലേ എന്നാണ് ഇവരുടെ തന്നെ വിഭാഗത്തിലുള്ള മറ്റൊരു പണ്ഡിതൻ ചോദിച്ചതായി നമുക്ക് കാണാനിടയായത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം, അത് എങ്ങനെയാണ് ആളുകൾ അതിനെ സമീപിക്കുന്നത് എന്ന് നാം ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാകുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആയിഷ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്ന ഉമ്മ ഹബീബ വ ഉമ്മ സലമ ദക്കറത കനീസതൻ റഅയ്നഹാ ബിൽ ഹബ്ശ ഫീഹാ തസാവീർ. ഒരിക്കൽ ഉമ്മു ഹബീബ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹുമ
റളിയല്ലാഹു അൻഹുമ, അവരിൽ രണ്ടിൽ നിന്നും രണ്ടുപേരും പറയാണ്, അവര് ഹബിഷയിൽ ഒരു കനീസ കാണാനിടയായി, ഒരു ക്രിസ്ത്യൻ ചർച്ച് കാണാനിടയായി. അതിലൊരുപാട് ചിത്രങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരത് റസൂലിനോട് പറഞ്ഞു. ഇവർ രണ്ടുപേരും അക്കാര്യം റസൂലിനോട് പറഞ്ഞു. അപ്പൊ അള്ളാഹിന്റെ റസൂലിന്റെ മറുപടി പ്രകാരമാണ്, ഇന്ന ഉലൈക ഇദാ കാന ഫീഹിമുർ റജുലു സ്വാലിഹു ഫമാത ബനൗ അലാ ഖബ്രിഹി മസ്ജിദ. ആ ആളുകളുണ്ടല്ലോ, അവരിലുള്ള നല്ലൊരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കും. വസവ്വറു ഫീ തിൽക സുവർ, അവരുടെ ചിത്രങ്ങൾ ഒരു പക്ഷേ അവരതിൽ പ്രതിഷ്ഠിക്കും. അത് ഒരു വിഭാഗം ആളുകളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഹബ്ശയിലുള്ള ആളുകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതാണ്. എന്നിട്ട് റസൂല് പറഞ്ഞു, ഫഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹി യൗമൽ ഖിയാമ, അവര് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശമായ ആളുകളായിരിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെക്കുറിച്ച് പറഞ്ഞത്. നോക്കൂ, ഇങ്ങനെ ഒരു സ്വാലിഹായ മനുഷ്യൻ്റെ ഖബറിടത്തിൽ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ റസൂലിൻ്റെ മുടിയോ മറ്റോ കൊണ്ടുവന്ന് അതിൻ്റെ പേരിൽ ഉണ്ടാക്കുന്നതായ ഒരു പള്ളി, ദൈവിക ഭവനം, അത് നല്ല കാര്യമല്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി ഇതേ സമയത്ത് ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കേൾക്കാനിടയായ ഒരു MSM വർക്കറുടെ ഒരു വോയിസാണ്. ഒരു MSM, ഒരു ചെറിയ കുട്ടിയുടെ ഒരു വോയിസാണ്. എന്താണ് ആ വോയിസിലുള്ളത്? മറ്റൊരു കുട്ടി ഒരു ടെറസിന് മുകളിൽ നിൽക്കുന്ന ഈ MSM വർക്കറോട് ചോദിച്ചു, നീ എന്താ നബിദിനം ആഘോഷിക്കുന്നത് ഫഹ്മാനെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, നബിദിനം അത് ഖുർആനിലില്ല, നബിദിനം അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, നബിദിനം അത് സഹാബികളുടെ ജീവിതത്തിലില്ല, അത് ഖുലഫാഉർ റാഷിദീങ്ങളുടെ ജീവിതത്തിലില്ല, ഉത്തമ നൂറ്റാണ്ടിലില്ല. പിന്നെ നമ്മൾ നബിദിനം എങ്ങനെയാണ് ആഘോഷിക്കുക? There is no evidence in the Holy Quran, no evidence in Prophet sayings sallallahu alayhi wasallam, and no evidence the life of Sahaba and Khulafa'ur Rashidin. അതാണ് ആ വോയിസിൽ പറയുന്നത്. അങ്ങനെ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങനെ നബി സ്നേഹം പറയുന്നത്? പിന്നെ ഇത് ആരുടെ ചര്യ? ദിസ് ഈസ് എ കസ്റ്റം. This came only after the king മുളഫർ രാജാവിൻ്റെ കാലഘട്ടത്തിന് ശേഷം മതത്തിൽ വന്ന ഒരു ആചാരം. അതാണ് നബിദിനം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് പ്രവാചക സ്നേഹം ഇത് കൂടുതലായും ചർച്ച ചെയ്യപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിലെ അവസാനത്തെ ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ നബി സ്നേഹത്തെ ബിസിനസ്സാക്കിയ ഒരാൾക്ക് മുളഫർ രാജാവിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് പോലും ലഭിക്കുന്നത്. 11 ലക്ഷത്തിൻ്റെ അവാർഡ്. ഇസ്ലാമിൻ്റെ പേരിലുള്ള അവാർഡല്ല, മുളഫർ രാജാവിൻ്റെ പേരിലെ അവാർഡ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ ഇസ്ലാമിനെ ബിസിനസ്സായി കൊണ്ട് നടക്കുന്ന റസൂലിൻ്റെ മുടി 1/2 സെൻറ്റിമീറ്റർ വളർന്നു എന്ന് പറയുന്ന വ്യക്തിത്വത്തിനാണ് എന്ന് പറയുന്നത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഈ സാഹചര്യത്തിലാണ് ചിലർ നബിദിനം ആഘോഷിച്ചപ്പോൾ ഓണാഘോഷം മിക്സ്ഡ് നബിദിനായിപ്പോയി ഈ വർഷത്തേത്. എന്നിട്ടോ ചിലർ മഹാബലിയെ മുന്നിൽ നിർത്തി, നബിദിനാഘോഷത്തിൻ്റെ മുന്നിൽ മഹാബലിയെ നിർത്തി. അങ്ങനെ ചിലർ നബിദിനം ആഘോഷിക്കുകയുണ്ടായി. ചിലർ ഓണാഘോഷത്തിന് അവരുടേതായ സംഭാവനകൾ നൽകി. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുർഖാനിലെ ഒരായത്ത്, വിശ്വാസികൾക്ക് എപ്പോഴും ഖുർആനാണ് മാനദണ്ഡം, ഖുർആനാണ് ആദ്യത്തെ അവലംബം, ആദ്യത്തെ എവിഡൻസ് അത് ഖുർആനാണ്. ഖുർആനിലെ ഒരായത്ത്, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ വഇദാ മർറു ബില്ലഗ്വി മർറു കിറാമ. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അടിമകളുടെ വിശേഷണങ്ങളെ കുറിച്ച് പറയുന്ന ഒരായത്ത്. സത്യവിശ്വാസികൾ അവർ സൂറിന് സാക്ഷ്യം വഹിക്കുകയില്ല, അതിന് സാക്ഷ്യം വഹിക്കുകയില്ല. അങ്ങനെ ലഹവിൻ്റെ അടുത്ത് ലഹവിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർ മാന്യന്മാരായി കടന്നു പോകും. വസ്സൂറു യശ്മുൽ ജമീഅ അൻവാ അൽ മുൻകർ,
തിന്മയുടെ എല്ലാ കാര്യങ്ങളും സൂറ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സത്യവിശ്വാസികൾ സൂറിന് സാക്ഷ്യം വഹിക്കുകയില്ല. എന്താണ് വാട്ട് മീൻ ബൈ സൂർ? സൂർ എന്ന് പറഞ്ഞാൽ യശ്മുൽ ജമീ അൻവ അൽ മുൻകർ, എല്ലാ തിന്മകളും. അങ്ങനെ വിശ്വാസികൾ തിന്മകളുടെ അടുത്തുകൂടെ കടന്നു പോവുകയില്ല. ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്: വഖാല അബുൽ ആലിയ വതാഊസ് വമുഹമ്മദ് ബിൻ സീരീൻ വല്ലഹാഖ് വറബി ഇബ്നു അനസ് വഗൈറുഹും ഹിയ അയാദുൽ മുശ്രിക്കീൻ. സൂർ എന്ന് പറഞ്ഞാൽ അവിശ്വാസികളുടെ ആഘോഷമാണ്, അവിശ്വാസികളുടെ ആഘോഷം. അപ്പം അവിശ്വാസികളുടെ ആഘോഷത്തിൽ സത്യവിശ്വാസികൾ ഒരു നിലക്കും സഹകരിക്കുകയില്ല എന്ന് ഇതിനർത്ഥമുണ്ടെന്ന് ഒരുപാട് മുഫസ്സിരിങ്ങൾ പറയുന്നു. ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇക്കാര്യം രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമുക്ക് ഓണം അതല്ലെങ്കിൽ ഇതുപോലുള്ളതായ ആഘോഷങ്ങൾ അതിൽ തെറ്റുണ്ട് എന്ന് പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടം. ഒരു മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ടീച്ചർ അവരുടെ കുട്ടികളോട് പറഞ്ഞത്രേ, എന്ത്, അത് നമ്മളുടെ ആഘോഷമായി ബന്ധപ്പെട്ടതല്ല, അതിന് ചില ഹിന്ദുസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞതിന് ആ ടീച്ചറെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ആരാണ് സസ്പെൻഡ് ചെയ്യുന്നത്? മുസ്ലിം മാനേജ്മെൻറ്റ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. സത്യവിശ്വാസത്തെക്കുറിച്ച് പറയാൻ ടീച്ചർമാർക്ക് പോലും അല്ലെങ്കിൽ മക്കളോട് പറയാൻ അതിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് നിലകൊള്ളുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിൻ്റെ റിസൾട്ട് എന്താണ്? വാട്ട് വാസ് ദ റിസൾട്ട്? എന്തായിരുന്നു റിസൾട്ട്? നമ്മൾ കാണാനിടയായി കേരള നിയമസഭയുടെ സെക്രട്ടേറിയറ്റിൽ ഒരു ഓണം സെലിബ്രേഷൻ ഉണ്ടായി. എ പേഴ്സൺ ആ സമയത്ത് ഹാസ് ഡൈഡ് when he was dancing in the Onam celebration conducted by the secretariat in Kerala. അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം നാമധാരി ഡാൻസ് ചെയ്ത് ആ സമയത്ത് ആ സ്റ്റേജിൽ വെച്ച് തന്നെ വീണ് മരിച്ചു. നമുക്ക് കാണാനിടയാണ്. അവിടെ എത്തി. അപ്പോൾ നമ്മൾ ആരെങ്കിലും കൊതിക്കുകയോ അങ്ങനെയുള്ളൊരു മരണം? നമുക്ക് ആഗ്രഹമുണ്ട് മക്കയിൽ പോയി ഒന്ന് മരിക്കാൻ, ഹജ്ജ് ചെയ്യുന്ന സന്ദർഭത്തിലൊന്ന് മരിക്കാൻ ആഗ്രഹമില്ലേ? നമുക്ക് നിസ്കരിക്കുമ്പോൾ മരിക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ലേ? സ്വതക്ക ചെയ്തുകൊണ്ട് മരിക്കണം എന്ന് ആഗ്രഹമില്ലേ? നോമ്പ് നോറ്റിട്ട് മരിക്കണം എന്ന് ആഗ്രഹമില്ലേ? സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മരിക്കണമെന്ന് ആഗ്രഹമില്ലേ? പക്ഷേ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഡാൻസിനിടയിൽ വീണ് മരിക്കാൻ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അൽ ഇസ്മു മഹക ഫി സദ്രിക്. തെറ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിന് ശേഷം നമുക്കൊരു ചൊറിച്ചിലുണ്ടാകുന്നുവെങ്കിൽ അത് തെറ്റാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പോകണം, യഥാർത്ഥ നബി സ്നേഹത്തിലേക്ക് പോകണം. ടുഡേ ഈസ് ഫ്രൈഡേ. ഇന്ന് ഫ്രൈഡേ ആണ്. ഫ്രൈഡേയിൽ ചെയ്യാനുള്ള ഒരുപാട് നബി സ്നേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സൂറത്തുൽ അഹ്സാബിലെ വചനം. അല്ലാഹുവും മലക്കുകളും റസൂലിന് വേണ്ടി സലാത്ത് ചൊല്ലുന്നു. സത്യവിശ്വാസികളെ, നിങ്ങളും അല്ലാഹുവിൻ്റെ റസൂലിന് സലാത്ത് ചൊല്ലണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ല അലയ്യ സലാത്തൻ വാഹിദ സല്ലല്ലാഹു അലൈഹ ബിഹ അശ്റ. നമ്മൾ ഇന്നിവിടെ ഇരുന്നു, ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് 10 ഗുണം നൽകുന്നതാണ്, 10 ഗുണം നൽകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സലാത്ത് ചൊല്ലൽ അത് നബി സ്നേഹമാണ്, അത് നബി സ്നേഹമാണ്. എവിടെയൊക്കെ നമുക്ക് ചെല്ലാം. അസ്സലാത്തു അലൻ നബി ഫി തശഹുദി സലാ. നിസ്കാരത്തിൻ്റെ അത്തഹിയ്യാത്തിന് ശേഷം നമ്മൾ സലാത്ത് ചൊല്ലുന്നുണ്ട്. ബഅദൽ അദാൻ, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സലാത്ത് ചൊല്ലിയതിന് ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി അദ്ദഅവതി താമ എന്ന പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ എവിടെ നമുക്ക് സലാത്ത് ചൊല്ലാം? ബഅദ തക്ബീറ അസ്സാനിയ മിൻ സലാത്തിൽ ജനാസ. മയ്യത്ത് നിസ്കാരത്തിൻ്റെ 2ാമത്തെ തക്ബീറിന് ശേഷം സലാത്ത് ചൊല്ലാം. യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം
ഇന്ന് മഗ്രിബ് വരെ യൗമുൽ ജുമുഅയാണ്. ഇന്നത്തെ മഗ്രിബ് വരെ യൗമുൽ ജുമുഅ. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്, അതാണ് നബി സ്നേഹം എന്ന് പറയുന്നത്. ഇന്ദ ദിക്രി ഇസ്മിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ പേര് കേൾക്കുമ്പോഴെല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി സ്നേഹമാണ്, ഇത് നബി സ്നേഹമാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള നബി സ്നേഹം. ആളുകളെ ഈ സ്നേഹത്തിലേക്ക് തിരിച്ചുവിടണം. ഞാൻ ഇന്ന് ട്രെയിനിൽ യാത്ര തുടങ്ങിയത് 3 മണിക്ക് ശേഷമാണ്. പുലർച്ചെ 3 മണിക്ക് ശേഷമാണ് ഞാൻ യാത്ര തുടങ്ങിയത്. 3:30 ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. ആ സമയത്ത് എത്രയോ പേര് തിരുവനന്തപുരത്ത് നിന്ന് ആ ട്രെയിനിൽ വരുന്നുണ്ട്. ഇവിടെ എത്തുന്നത് വരെ പുലർച്ചെ 10 മണിയാകും മംഗലാപുരം സെൻട്രലിൽ ട്രെയിൻ എത്താൻ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞു പോകുന്നുണ്ട്. എത്ര പേര് ട്രെയിനിൽ നിന്ന് നിസ്കരിച്ചു, എത്ര പേര് ട്രെയിനിൽ നിന്ന് സുബഹി നമസ്കരിച്ചു. മുസ്ലിങ്ങളില്ലാതെയാണോ ട്രെയിൻ യാത്ര ചെയ്യുന്നത്? ട്രെയിൻ സഞ്ചരിക്കുന്നത് മുസ്ലിങ്ങളില്ലാതെയാണോ? അല്ല, പിന്നെയോ? അതല്ലേ നബി സ്നേഹം എന്ന് പറയുന്നത്, അതല്ലേ പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. ആരാണിത് പഠിപ്പിക്കുക? ആരാണ് നമ്മെ ഉമ്മത്തിനെ ഇത് പഠിപ്പിക്കുക? ഹൂ വിൽ ടീച്ച് ആൻഡ് പ്രാക്ടീസ് ദിസ്? ആരാണിത് ടീച്ച് ചെയ്യുക? ആരാണിത് പ്രാക്ടീസ് ചെയ്യുക? ജീവിതത്തിൽ ആര് പ്രാക്ടീസ് ചെയ്യും? നമുക്ക് ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീത്ത് നമുക്ക് കാണാവുന്നതാണ്. ഒരാള് സ്വലാത്തു ഇസ്നതൈ അശറ റകഅ സബബുൻ ലിബിനാഇ ബൈത്തിൻ ഫിൽ ജന്ന. സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വർഗത്തിലൊരു വീട് കിട്ടാൻ എന്താണ് പോംവഴി എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. عن أم حبيبة زوج النبي صلى الله عليه وسلم أنها قالت سمعت رسول الله صلى الله عليه وسلم يقول ما من عبد مسلم يصلي لله كل يوم 12 ركعة تطوعا غير فريضة إلا بنى الله له بيتا في الجنة أو إلا بني له بيت في الجنة. ഇത് സഹീഹായ ഹദീസാണ്. റസൂലിൻ്റെ ഭാര്യയായ ഉമ്മു ഹബീബ പറയാൻ, റസൂൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് റസൂൽ പറഞ്ഞത്? ഒരു മുസ്ലിം എല്ലാ ദിവസവും 12 റക്അത്ത് നിസ്കരിക്കുന്നു. രാത്രിയും പകലും കൂടി ഒരു മുസ്ലിം 12 റക്അത്ത് നിസ്കരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവന് സ്വർഗ്ഗം ഉറപ്പാണ്. ഹി വിൽ എൻറ്റർ ദ പാരഡൈസ് ഷുവർലി, നോ ഡൗട്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇനി എങ്ങനെയാണ് ആ 12 റക്അത്ത്? ലെറ്റ് us see. എങ്ങനെയാണ് ആ 12 റക്അത്ത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ മൻ സല്ല ഫി യൗമിൻ വലൈല, രാത്രി പകൽ, ഡേ ആൻഡ് നൈറ്റ്, ആരാണ് നിസ്കരിക്കുന്നത്? 12 റക്അത്ത്, only 12 റക്അത്ത്, അതാരാണ് നിസ്കരിക്കുന്നത്? ബുനിയ ലഹു ബൈത്തുൻ ഫിൽ ജന്ന അർബഅൻ ഖബ്ല ളുഹർ, ളുഹറിന് മുമ്പ് 4, വറകഅതൈനി ബഅദഹ, ളുഹറിന് ശേഷം 2, വറകഅതൈനി ബഅദൽ മഗ്രിബ്, മഗ്രിബിന് ശേഷം 2, വറകഅതൈൻ ബഅദൽ ഇശാ, ഇശാക്ക് ശേഷം 2, വറകഅതൈൻ ഖബ്ലൽ ഫജ്ർ, ഖബ്ലൽ ഫജ്ർ 12 റക്അത്ത്, 12 റക്അത്ത്. ഈ നിസ്കാരം ആരെങ്കിലും നിസ്കരിക്കുകയാണ്, നമ്മൾ എല്ലാ ദിവസവും നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ വി ഹാവ് ടു ഗ്രേറ്റ് ഇൻറ്റൻഷൻ, നല്ല നിയ്യത്ത് വേണം, നല്ല നിയ്യത്ത് വേണം. എന്താണ് നിയ്യത്ത്? എൻ്റെ ഹബീബ്, എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ പഠിപ്പിച്ചു, ഇങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ അവൻ അള്ളാഹു ഒരു ഭവനം നൽകുന്നതാണ്, വീട് നൽകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു. ഇതാണ് പ്രവാചക സ്നേഹം. ഇതാണ് MSM-കാരൻ പറഞ്ഞ, ആ കുട്ടി പറഞ്ഞ പ്രവാചക സ്നേഹം. റസൂല് പറഞ്ഞോ, അതാണ് നമ്മുടെ ചര്യ എന്ന് പറയുന്നത്. മറിച്ച് അതിനപ്പുറം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് പ്രവാചക സ്നേഹമല്ല. ഒരിക്കലേ ഒരു ഉമ്മ പറയാ, ഞാൻ ഇനി എൻ്റെ മോനോട് പറയില്ല, എന്തെങ്കിലും ഉപദേശിച്ചിട്ട് മക്കൾ ശരിയാവുന്നില്ല, ഉമ്മ പറയാം ഞാൻ ഇനി അവനോട് പറയില്ല. പിന്നെ ആരാ പറയേണ്ടത്? ആരാ പറയേണ്ടത്? ടീച്ചേഴ്സിന് പറയാനുള്ള വോയിസ് ഉണ്ടോ? മദ്രസ ടീച്ചേഴ്സിനുണ്ട്, പക്ഷെ സ്കൂൾ ടീച്ചേഴ്സ് അവർക്ക് പറയാനുള്ള വോയിസ് ഉണ്ടോ? ഇല്ല. വോയിസുകളൊക്കെ എന്താണ്, അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ വേഴ്സസ് നമ്പർ 133 അതിലെന്താ പറയുന്നത്? അം കുന്തും ഷഹദ
ഇത് ഹളറ യഅഖൂബൽ മൗത്ത് ഇത് ഖാല ലിബനി മാ തഅബുദൂന മിൻ ബഅദി. എൻ്റെ മരണശേഷം നിങ്ങൾ എന്ത് ആരാധിക്കുമെന്ന് യാക്കൂബ് തൻ്റെ മക്കളോട് ചോദിച്ചു. ഖാലൂ നഅബുദു ഇലാഹക് വ ഇലാഹ ആബായിക് ഇബ്രാഹിം വ ഇസ്മായിൽ വ ഇസ്ഹാഖ് ഇലാഹൻ വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. അപ്പോൾ രക്ഷിതാക്കൾ എന്നെ കുട്ടികളോട് ഉപദേശിക്കണം. ഉമ്മ തോറ്റ് പിന്തിരിയാൻ പാടില്ല. ഇനി ഞാൻ എൻ്റെ മകനെ ഉപദേശിക്കൂല എന്ന് ഒരു ഉപ്പയും ഒരു ഉമ്മയും പറയാൻ പാടില്ല. ഒരിക്കലൊരു ഡോക്ടറോട് ഒരു രോഗി പറഞ്ഞു, ഡോക്ടറെ, ഇനി ഞാൻ മരിച്ചാലും വേണ്ടില്ല, എൻ്റെ മക്കളെ കല്യാണമൊക്കെ കഴിഞ്ഞു, എൻ്റെ പെൺമക്കളെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനി ഞാൻ മരിച്ചാലും വേണ്ടില്ല എന്നൊരു ഡോക്ടർ പറയുകയുണ്ടായി. അപ്പോൾ മക്കളെ കല്യാണം കഴിയലാണോ ബാധ്യത? അത് മാത്രമാണോ നമ്മുടെ ബാധ്യത? അല്ല. മക്കൾ ഇസ്ലാമിക വഴിയിൽ സഞ്ചരിക്കലാണ്. നമ്മളുടെ കുടുംബം ഇസ്ലാമികമായ വഴിയിൽ സഞ്ചരിക്കലാണ്. അങ്ങനെയാണ് നമ്മൾ ഇസ്ലാമിനെ കാണേണ്ടത്, പ്രവാചക ചര്യയെ കാണേണ്ടത്. ആ രീതിയിൽ പ്രവാചക ചര്യയെ കാണാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളോടും കുടുംബത്തോടും പറഞ്ഞ ആശയം, യാ മഅ്ശറ ഖുറൈശ്, ഖുറൈശി സമൂഹമേ, ഇഷ്തറു അൻഫുസകും മിനല്ലാഹ് ലാ ഉഗ്നി അൻകും മിനല്ലാഹി ഷൈഅ. നിങ്ങൾ നിങ്ങളെ കാത്തോളണം. ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന്, അള്ളാഹുവിൻ്റെ അധികാരത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുതരാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്നിട്ട് റസൂൽ ഓരോരുത്തരെ വിളിച്ച് പറഞ്ഞു, പിന്നെ യാ ബനി അബ്ദു മനാഫ് ഇഷ്തറു അൻഫുസകും മിനല്ലാഹ് ലാ ഉഗ്നി മിനല്ലാഹി ഷൈഅ. അബ്ദു മനാഫിൻ്റെ മക്കളെ, നിങ്ങൾ നിങ്ങളെ കാത്തോളണം. അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ കാക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, എനിക്കതിന് സാധ്യമല്ല. യാ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈഅ യാ സഫിയ്യ അമ്മത റസൂലില്ല. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ വിളിച്ചു. റസൂലിൻ്റെ അമ്മായിയായ സഫിയ്യ അവരെയും വിളിച്ചു. റസൂൽ പറഞ്ഞു, ഇതേ കാര്യം പറഞ്ഞു. അവസാനം റസൂൽ സ്വന്തം മകളെയും വിളിച്ചു. യാ ഫാത്തിമ ബിൻതി മുഹമ്മദ് സലീനി മിൻ മാലി മാ ശിഅതി. എൻ്റെ സമ്പത്ത് നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോ, പക്ഷേ ലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈഅ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിന്ന് ഒന്നും എന്നോട് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ നീ ചോദിക്കണ്ട, പക്ഷെ എൻ്റെ സമ്പത്തിൽ നിന്ന് വേണമെങ്കിൽ എന്തെങ്കിലും ചോദിച്ചോളൂ. ഇതാണ് ഫാത്തിമ ബീവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ചോദ്യം, അതല്ലെങ്കിൽ ഈ ഒരു ആശയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ കുടുംബത്തിലുണ്ടായിരിക്കണം, നമ്മുടെ മക്കളുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. ആ രീതിയിൽ യഥാർത്ഥത്തിലുള്ള നബി സ്നേഹം എന്തെന്ന് മനസ്സിലാക്കി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസീക്കും ഇബാദല്ലാഹ് സാനിയം ബി തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ ആദ്യം ഞാൻ പാരായണം ചെയ്ത ആയത്ത്, കുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്, എന്നെ പിൻപറ്റണം, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾക്ക് അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നതുമാണ്. ഇതാണ് വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം. അപ്പം റസൂലിനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ പിൻപറ്റണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്നതാണ്. ഈ അധ്യാപനം മനസ്സിലാക്കിയ സഹാബികളുടെ ജീവിതം നമുക്ക് വളരെയധികം മാതൃകയാണ്. ഉദാഹരണമായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഹദീത്തുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ്. അദ്ദേഹത്തിൽ നിന്ന് വന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. അഖ്റജ ഇബ്നു സഅദ് അൻ മസ്ലബ് ഇബ്നു ബഷീർ ഖാല ബക അബൂ ഹുറൈറ. ഒരിക്കലേ അബൂ ഹുറൈറ രോഗിയായി. അദ്ദേഹം രോഗിയായിരുന്ന വേളയിൽ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫഖീല ലഹു മാ യുബ്കിക യാ അബാ ഹുറൈറ, വൈ ആർ യു ക്രൈങ് യാ അബാ ഹുറൈറ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല അമാ ഇന്നി ല ഉബ്കി അല ദുനിയാകും ഹാദിഹി വലകിന്നി അബ്കി ലിബുദി സഫരി വഖില്ലതി സാദി. അദ്ദേഹം പറയാം, എന്താണെന്നറിയോ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ദുനിയാവിൽ ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഈ സമ്പത്ത് കണ്ടിട്ടോ നിങ്ങൾ കാണുന്നത് കണ്ടിട്ടല്ല ഞാൻ കരയുന്നത്, ഇതൊക്കെ എനിക്ക് നഷ്ടാവോ എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ കരയുന്നത്. പക്ഷേ എൻ്റെ സാത്ത് ഖില്ലത്ത് സാത്ത്,
എൻ്റെ യാത്രാ ഭക്ഷണം, എനിക്കിനി യാത്ര എൻ്റെ തുടരുകയാണ്, മരണശേഷവും യാത്ര തുടരും. അവിടെ ചെന്നാലുള്ള എൻ്റെ യാത്രാ ഭക്ഷണം കുറവാണ്, ഞാൻ ചെയ്ത അമല് കുറവാണ് എന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് കരച്ചിൽ വരുന്നത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. മരണം ഏത് സന്ദർഭത്തിലാണ് വരിക എന്നൊന്നും ആർക്കും പറയാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കണ്ടു. എന്താണെന്നറിയോ? ഹൃദയാഘാതത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഒരു യുവ ഡോക്ടർ, ഹൃദയാഘാതം, അദ്ദേഹം യുവ കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹം ഈ ഹൃദയാഘാതം വരാതിരിക്കാൻ ആളുകൾക്ക് ക്ലാസ് എടുക്കുന്ന എല്ലാവർക്കും ക്ലാസ് എടുക്കുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീണ് മരിച്ചു. യുവ ഡോക്ടറാണ്, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. അതുപോലെ തന്നെ നാദാപുരം അടുത്ത്, കേരളത്തിലെ നാദാപുരം അടുത്ത്, കോഴിക്കോട് ജില്ലയിലെ നാദാപുരം അടുത്ത് നടന്ന മറ്റൊരു സംഭവം. 5 മണിക്ക്, വൈകുന്നേരം 5 മണിക്ക് ഒരു ഉമ്മ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. മുറ്റത്ത് കുട്ടികൾ അങ്ങനെയാണല്ലോ, മുറ്റത്ത് ഇങ്ങനെ കളിച്ചെടുക്കും, ഉമ്മ ഭക്ഷണം കൊണ്ടുപോയി വായിൽ വെച്ച് കൊടുക്കും. കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തെങ്ങ് വീടും, ഉമ്മ മരിച്ചു. കുട്ടി അത്ഭുതകരമായി പെട്ടെന്ന് രക്ഷപ്പെട്ടു. കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഇതും ഒരു മരണസൂചനയാണ്. ഇതൊന്നും നമുക്ക് ആർക്കും തന്നെ നമ്മുടെ മരണത്തെക്കുറിച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ സാധ്യമല്ല. ഇന്നല്ലാഹ് ഇൻദഹു ഇൽമുസ്സാ, ഖിയാമത്ത് നാൾ എപ്പോഴേ ഉണ്ടാവുമെന്ന് അള്ളാഹ്ക്കേ അറിയും. വയനസിൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം, മഴ വർഷിപ്പിക്കുന്നത് അവനാണ്. അതുപോലെ ഗർഭപാത്രത്തിലുള്ളത് അറിയുന്നവൻ അവനാണ്. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് നമ്മുടെ സമ്പാദ്യം, ഏണിങ്സ്, വി ഡോണ്ട് നോ, അതേക്കുറിച്ച് നമുക്കറിയാൻ സാധ്യമല്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത് ഇന്നല്ലാഹ് അലീമുൻ ഖബീർ, എവിടെ മരിക്കും എന്നതിനെക്കുറിച്ചും നമുക്കാർക്കും തന്നെ പറയാൻ സാധ്യമല്ല. അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പം ബാംഗ്ലൂർ അല്ലെങ്കിൽ ബാംഗ്ലൂരാണ് ഏറ്റവും കൂടുതൽ IT കമ്പനികളൊക്കെ ഒരുപാടുള്ളൊരു സ്റ്റേറ്റാണ് കർണാടക എന്ന് പറയുന്നത്. ഞാൻ അവിടെ ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ട് 2.5 years. അപ്പോൾ ആ സന്ദർഭത്തിൽ റോയിറ്റേഴ്സിൽ വർക്ക് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരുപാട് കമ്പനികൾ കണ്ട ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെയൊക്കെയുള്ള കമ്പനികളുടെയൊക്കെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ? പ്രൊഫഷണലുകൾ, IT പ്രൊഫഷണലുകളായാലും ഏത് IT കമ്പനികളെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും. ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് കമ്പനികൾ അറേഞ്ച് ചെയ്യും. സ്വിമ്മിംഗ് പൂളായിട്ട് അറേഞ്ച് ചെയ്യും, അതുപോലെ തന്നെ ഗ്രൗണ്ടായിട്ട് അറേഞ്ച് ചെയ്യും, സ്റ്റീം ബാത്തായിട്ട് അറേഞ്ച് ചെയ്യും, ജിംനാസിയം, ഇങ്ങനെ പലതും എംപ്ലോയീസിന് മാനസികമായ എൻ്റർടൈൻമെൻറ്റ് നൽകുന്ന ഒരുപാട് സംഗതികൾ കമ്പനികൾ അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പരലോകത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടോ നമുക്ക്? നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല മനസ്സോടുകൂടി പോകുന്ന ആളുകൾക്ക് മാത്രമേ അവിടെ രക്ഷ ഉണ്ടാവുള്ളൂ. പിന്നെ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും. ആർക്കാണെന്നറിയോ? അന്ന് തണലില്ല. ആർക്കൊഴികെ? 7 വിഭാഗം ആളുകൾക്കൊഴികെ. അവർക്ക് ചില ആശ്വാസങ്ങൾ ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 5 മണിക്കൂർ നമുക്കിങ്ങനെ നിൽക്കാൻ കഴിയുമോ? നിൽക്കാൻ കഴിയില്ലല്ലോ. നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ ഇരിക്കണമെന്ന് തോന്നും. അത് നമ്മുടെ ഒരു ശാരീരികമായ നമ്മളോട് ശരീരം നമ്മോട് ആവശ്യപ്പെടുന്നതായ ഒരു സാഹചര്യമാണ്. എത്രയോ വർഷങ്ങൾ, അതല്ലെങ്കിൽ എത്രയോ ദിവസങ്ങൾ നമ്മൾ ഖിയാമത്ത് നാളിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ആ ഒരു യാത്രക്ക് വേണ്ടി ഞാനും നിങ്ങളും തയ്യാറെടുക്കേണ്ടതുണ്ട്. വളരെ ആത്മാർത്ഥമായി നമ്മളെ നിയ്യത്ത് നമ്മൾ നന്നാക്കേണ്ടതുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ സംശുദ്ധമാക്കേണ്ടതുണ്ട്, ശരിയാക്കേണ്ടതുണ്ട്. ഇസ്ലാമിക വീതിയിൽ, ഇസ്ലാമിക പാത്തിൽ നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ റസൂലിനെ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട്, റസൂലിനെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയാലും നമ്മൾ എന്താവാൻ പാടില്ല, സ്വർഗ നരകങ്ങളെക്കുറിച്ച് കേൾക്കും. അങ്ങനെ പുറത്തു പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളത് മറക്കും. ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റാതിരിക്കണം. കൃത്യമായി അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, പരലോക മോക്ഷത്തിന് വേണ്ടി പണിയെടുക്കുന്ന സത്യവിശ്വാസികൾ ഉൾപ്പെടാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ട്. രോഗങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്.
അവരെല്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എത്രയും പെട്ടെന്ന് അവർക്ക് രോഗശമനം എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. ജോലി സംബന്ധമായ കാര്യങ്ങൾ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, അവർക്ക് അള്ളാഹു എളുപ്പമാർഗം അള്ളാഹു അവർക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അള്ളാഹു അതിൽ നിന്നുള്ള മോക്ഷം അവർക്ക് എത്രയും പെട്ടെന്ന് മോക്ഷം നൽകുമാറാവട്ടെ. കടം വീട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരങ്ങൾ ഏറ്റവും ചരിത്രത്തിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിൽ തല പൊക്കി നോക്കിയാൽ വെടിയുതിർക്കുന്ന ഇസ്രായേലി സൈന്യത്തിന് മുന്നിൽ ഭക്ഷണത്തിന് വേണ്ടി രാത്രി സമയങ്ങളിലെത്തി രാവിലെ ലഭിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഫലസ്തീൻ മക്കളുണ്ട്. അള്ളാഹു അവർക്ക് നിർഭയത്വവും അവർക്ക് വിജയവും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ ലോകത്ത് കഷ്ടത അനുഭവിക്കുന്ന ഓരോ സഹോദരങ്ങൾക്കും മുസൽമാനും അള്ളാഹു അതിൽ നിന്നുള്ള അവരുടെ കഷ്ടപ്പാടുകളിൽ നിന്നുള്ള മോചനം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫി ഫലസ്തീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫി ഗസ. അല്ലാഹുമ്മ ثبت أقدامهم. اللهم اكشف الضر عن إخواننا في فلسطين. اللهم اشف جرحاهم. اللهم تقبل شهداءهم يا رب العالمين. اللهم إنهم جوعى فأطعمهم يا رب العالمين. اللهم انصرهم على أعدائهم. اللهم انصرهم على أعدائهم. اللهم انصر على أعدائهم يا رب العالمين نصرا كاملا ونصرا شاملا يا رب العالمين. اللهم أهلك قوة الصهيونيين المحتلين يا رب العالمين. اللهم دمر الجيش الصهيونيين. اللهم أنزل عليهم لعنة منك يا رب العالمين. اللهم أنزل عليهم عذابك يا رب العالمين. اللهم ألعنهم لعنا كبيرا يا رب العالمين. اللهم شتت شملهم وفرق جمعهم. اللهم اجعل بيوتهم عليهم ردما. اللهم اجعل قنابلهم عليهم دمدما يا رب العالمين. ربنا عليك توكلنا وإليك عنبنا وإليك المصير. حسبنا الله ونعم الوكيل. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر ذنوبنا يا غافر المذنبين برحمتك يا أرحم الراحمين.